സത്യം സത്യമായി അരുളിയ തിരുവചനം നിത്യസത്യമായി അരുളിയ ദിവ്യവചനം ശാന്തിയായി ദീപമായി വിടുതലായി രക്ഷയായി സത്യവചനം സത്യം സത്യമാ സത്യം സത്യമാ സത്യം സത്യമാ സത്യം സത്യമാ. കൺപൂട്ടി ഉറങ്ങുക
സത്യസത്യമായി എന്ന ദൈവവചന സന്ദേശത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സത്യം സത്യമാ. സ്നേഹത്തിന് ഒരു ബജറ്റ്. സ്നേഹത്തിന് ഒരു ബജറ്റുള്ള ഒരു രാജ്യമുണ്ട്, ന്യൂസിലൻഡ്. 2022 സ്നേഹത്തിന് വേണ്ടി അവർ മാറ്റിവെച്ച തുക നമ്മുടെ രൂപക്കണക്കിൽ 31 കോടി വരും. അവർ മനസ്സിലാക്കിയ ഒരു കാര്യം, അവരുടെ നാട്ടിൽ യുവാക്കൾ സ്നേഹക്കുറവ് കൊണ്ട് ബന്ധങ്ങൾ മുറിഞ്ഞ് ദുഃഖത്തിലും വേദനയിലും കഴിയുന്നുവെന്നാണ്. അവരതിനെ വിളിക്കുന്നത് സ്നേഹത്തിൻ്റെ നേർത്ത പൊന്നൂലെന്നാണ്. ഇത് പൊട്ടൽ വളരെ എളുപ്പമാണ്, നേർത്ത നൂലല്ലേ. ഇങ്ങനെ 16-നും 24-നും ഇടയ്ക്ക് പ്രായമുള്ള അനേക ചെറുപ്പക്കാർ അവരുടെ നാട്ടിൽ വേദനയിലും ദുഃഖത്തിലും വേർപാടിൻ്റെ സങ്കടത്തിലും കഴിയുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ അതിന് പരിഹാരം കാണാൻ വേണ്ടിയാണ് ഈ ബജറ്റ് അവർ മാറ്റിവെച്ചത്. സ്നേഹം പണിയുക എന്ന ലക്ഷ്യവുമായിട്ട് വിവിധ പദ്ധതികൾ അവർ ആവിഷ്കരിക്കാൻ തുടങ്ങി. നിങ്ങൾക്കറിയാമോ, വികസിത രാജ്യങ്ങളെ സംബന്ധിച്ചുള്ള ഒരു കണക്കെടുപ്പിൽ യൂണിസെഫ് കണ്ടെത്തിയത് യുവാക്കളുടെ ഇടയിൽ ആത്മഹത്യാ നിരക്ക് വളരെ കൂടുതലുള്ള ഒരു രാജ്യമാണ് ന്യൂസിലൻഡ് എന്നാണ്. അനേകം ചെറുപ്പക്കാർ അവരുടെ സ്നേഹബന്ധങ്ങൾ തകർന്ന് വഴിപിരിയുന്ന സങ്കട കഥ മനസ്സിലാക്കി ഇതൊരു തീവ്ര ചുഴലിക്കാറ്റായി മാറി നാടിനെ നശിപ്പിച്ച് കളയാതിരിക്കാൻ വേണ്ടി അവർ ആവിഷ്കരിച്ച പദ്ധതിയാണ് സ്നേഹം പണിയുക എന്നുള്ള പദ്ധതി. ഇതിനു വേണ്ടി അവർ ചെയ്യുന്ന കാര്യങ്ങൾ ഉപദേശങ്ങളും സാന്ത്വനങ്ങളും അടങ്ങുന്ന ഓൺലൈൻ സന്ദേശങ്ങൾ, പോഡ്കാസ്റ്റ് എന്ന് പറയുന്ന സന്ദേശങ്ങൾ, അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം തുടങ്ങിയ സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയുള്ള പരിശീലനങ്ങൾ ഒക്കെയാണ് അവർ കൊടുക്കുന്നത്. അവരുടെ ലക്ഷ്യം വളരെ ലളിതമാണ്. സമചിത്തതയോടും അതുപോലെ തന്നെ തുല്യത മനോഭാവത്തോടും കൂടെ ശ്രേഷ്ഠമായ നിലനിൽക്കുന്ന ആജീവനാന്ത സുദൃഢ ബന്ധങ്ങൾ, ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധങ്ങൾ പണിതെടുക്കുക എന്നുള്ളതാണ്. സ്നേഹത്തിൽ നിന്ന് പഠിക്കാനുണ്ട് എന്നതുപോലെ തന്നെ അവരുടെ പറയുന്നൊരു കാര്യം സ്നേഹിക്കാനും പഠിക്കാനും ആവശ്യമുണ്ട് എന്നാണ്. മലയാള മനോരമ പത്രത്തിൽ ചിന്താവിഷയം എന്ന തലക്കെട്ടിൽ വന്ന ഒരു ലേഖനത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. സ്നേഹത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി സ്നേഹത്തിൻ്റെ അഭാവത്തെ പരിഹരിക്കാൻ വേണ്ടി ഒരു രാജ്യം നടത്തുന്ന ഉദ്യമങ്ങളെ പ്രശംസിച്ചുകൊണ്ട് എഴുതിയ ലേഖനമാണത്. നമ്മുടെ നാടിൻ്റെ സ്ഥിതി മെച്ചമാണോ? ഇവിടെ യുവാക്കളെന്നല്ല പ്രായമുള്ളവർ തന്നെയും സ്നേഹത്തിൻ്റെ കാര്യത്തിൽ വലിയ ദാരിദ്ര്യം അനുഭവിക്കുന്നവരല്ലേ. 2 പത്രവാർത്തകൾ തലക്കെട്ടുകൾ ഞാൻ വായിച്ച് കേൾപ്പിക്കാം. 1, ജീവിതം അവസാനിപ്പിക്കാൻ ഒന്നിച്ചു തീരുമാനിച്ചു, ഭാര്യയ്ക്ക് ഫാനിൽ കുരുക്കിട്ട് കൊടുത്തു, ഭർത്താവ് രക്ഷപ്പെട്ടു, സുനിൽകുമാറിനെ അറസ്റ്റ് ചെയ്തു. എൻ്റെ പെങ്ങളുടെ ജീവൻ പോയി. ഇതുപോലുള്ള എല്ലാവർക്കും ഇതൊരു പാഠമായി തീരണം. അന്നൂരിലെ അനിലയുടെ കൊലപാതകത്തിൽ 1-ലധികം പേർക്ക് പങ്കുണ്ട്. ഇത് മറ്റൊരു വാർത്ത. ചോദിക്കട്ടെ, സ്നേഹത്തിന് നമുക്കും ഒരു ബജറ്റ് വേണ്ടേ? നമ്മുടെ നാട്ടിൽ സ്നേഹം പണിയാൻ ഒരു പ്രോജക്റ്റ്, ഒരു സംവിധാനം നമുക്ക് വേണ്ടേ? അനേക മനുഷ്യർക്കും പറയാനുള്ള പരാതി, എനിക്ക് സ്നേഹം കിട്ടുന്നില്ല, എനിക്ക് സ്നേഹം കിട്ടുന്നില്ല, എന്നെ ആരും സ്നേഹിക്കുന്നില്ല, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, എന്നെ ആരും കൈക്കൊള്ളുന്നില്ല എന്നൊക്കെയാണ്. നമ്മുടെ വിവാഹങ്ങൾ, കുടുംബജീവിതങ്ങൾ ഒക്കെയും സ്നേഹത്തിൻ്റെ ദാരിദ്ര്യത്താൽ തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ ക്ലിനിക്കിൻ്റെ ലോബിയിൽ നിൽക്കുന്ന സമയത്ത് എൻ്റെ ഒരു പഴയ പേഷ്യൻ്റ് അതിലേ വന്നു. ഞാൻ പറഞ്ഞു, കൺസൾട്ടിങ് റൂമിലേക്ക് ഇപ്പോൾ വരാം, 1 മിനിറ്റ് നിൽക്ക് എന്ന് പറഞ്ഞപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, ഞാൻ ഡോക്ടറെ കാണാൻ വന്നതല്ല ഡോക്ടറെ, എൻ്റെ മുഖത്ത് ഒരു അലർജി പോലെ, ഞാൻ സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ കാണാൻ വന്നതാണ്. ഇന്നത്തെ ചെറുപ്പക്കാർ തങ്ങളുടെ ശരീര സൗന്ദര്യത്തെ സംബന്ധിച്ച് വളരെ ബോധവാന്മാരാണ്. ആളുകൾ സന്ദർശിക്കുന്ന പ്രധാന സ്ഥലങ്ങളാണ് ബ്യൂട്ടി സലൂൺസ്, സ്കിൻ സ്പെഷ്യലിസ്റ്റുകളുടെ ക്ലിനിക്കുകൾ, അതുപോലെ തന്നെ ദന്ത ക്രമീകരണ വിഭാഗത്തിലെ ക്ലിനിക്കുകൾ. സൗന്ദര്യം വർദ്ധിപ്പിക്കാനായിട്ട് ധാരാളം ആധുനിക സംവിധാനങ്ങൾ ഇന്നുണ്ട്. ശരീര സൗന്ദര്യത്തിൽ ആകർഷിക്കപ്പെട്ടിട്ടാണ് പുരുഷന്മാരും സ്ത്രീകളും വിവാഹബന്ധത്തിലേക്ക് പ്രവേശിക്കുന്നത്. എന്നാൽ ബാഹ്യ സൗന്ദര്യത്തിൽ ആകർഷിക്കപ്പെട്ട് ആരംഭിക്കുന്ന കുടുംബജീവിതങ്ങൾ അധികം താമസിയാതെ തന്നെ
തകർന്നു പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്ക് സ്നേഹമില്ലാതെ, ആത്മാർത്ഥമായിട്ട് സ്നേഹമില്ലാതെ കുടുംബജീവിതങ്ങൾ സമ്പുഷ്ടമാക്കാനോ സുന്ദരമാക്കാനോ സാധിക്കുകയില്ല. ആരോഗ്യകരമായിട്ടുള്ള സന്തുഷ്ടമായിട്ടുള്ള കുടുംബജീവിതത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് പ്രാഥമികമായിട്ടും സൗന്ദര്യമോ പണമോ അല്ല. സ്ത്രീയും പുരുഷനും പരസ്പരം മനസ്സിലാക്കി, പരസ്പരം ഉൾക്കൊണ്ട്, പരസ്പരം സഹായിച്ചും സ്നേഹിച്ചും പോകുമ്പോൾ മാത്രമേ ഒരു നല്ല കുടുംബജീവിതം സാധിക്കുകയുള്ളൂ. സോഷ്യൽ മീഡിയയും അതുപോലെ തന്നെ ചലച്ചിത്ര മാധ്യമവും TV ഷോകളും ഒക്കെ മനുഷ്യനെ ഉണ്ടാക്കി കൊടുക്കുന്നതായിട്ടുള്ള ഒരു ചിത്രം ഈ വിധത്തിലുള്ള യാഥാർത്ഥ്യവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളല്ല. പിന്നെയോ ഒരു സ്വപ്ന ലോകമാണ്. അതിന് യാഥാർത്ഥ്യവുമായിട്ട് ഒരു ബന്ധവുമില്ല തന്നെ. ഈ പ്രശ്നത്തിനൊരു പരിഹാരം എന്ന് പറയുന്നത് വിവാഹപൂർവ കൗൺസിലിംഗ് ആണ്. വിവാഹത്തിന് മുമ്പ് കുടുംബജീവിതത്തെ സംബന്ധിച്ചുള്ള പ്രബോധനങ്ങൾ, പാഠങ്ങൾ ഒരു കൗൺസിലറുടെ സന്നിധിയിൽ ചെന്ന് രണ്ടുപേരും നേടുകയാണെങ്കിൽ അനേക പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും. രണ്ടുപേരും വൈകാരികമായി അടുക്കുന്നതിന് മുമ്പ് തന്നെ ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള ഉപദേശവും വെല്ലുവിളികളും സാധ്യതകളും അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ സാധിച്ചാൽ പല ബന്ധങ്ങളും തുടക്കത്തിൽ തന്നെ വേണ്ടെന്ന് വയ്ക്കാനും, എന്ന് മാത്രമല്ല തുടരാൻ ആഗ്രഹിക്കുന്ന ബന്ധങ്ങളിൽ തന്നെ നേരിടാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾക്ക് ഏതു വിധത്തിൽ പരിഹാരം കാണാം എന്നത് സംബന്ധിച്ചും ഉപദേശം ലഭിക്കാനായിട്ട് സാധിക്കും. ന്യൂസിലാൻഡിലെ സ്നേഹത്തകർച്ചയ്ക്ക് പരിഹാരമായിട്ട് അവർ ആവിഷ്കരിച്ച പദ്ധതിയുടെ ലക്ഷ്യമായിട്ട് നാം കണ്ടത് നിലനിൽക്കുന്ന സുദൃഢമായ ആജീവനാന്ത ബന്ധങ്ങൾ പണിയുന്നതിന് വേണ്ടി അവരെ അല്ലെങ്കിൽ യുവാക്കളെ സജ്ജരാക്കുക എന്നുള്ളതാണ്. കുടുംബജീവിതം ഒരിക്കലും ഒരു താൽക്കാലിക ബന്ധമല്ല, 1-2 വർഷത്തേക്കുള്ള ബന്ധമല്ല. അതൊരു ആജീവനാന്ത ബന്ധമായി ഒരു ദീർഘവീക്ഷണത്തോടു കൂടി കണ്ടാൽ മാത്രമേ ഇപ്പോൾ മാത്രമല്ല തുടർന്നും സന്തോഷമായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് സംഭവിക്കുന്നത് എന്താണ്? തമ്മിൽ കണ്ടു, രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടു, കൂടുതൽ ആലോചനകളും ചർച്ചകളും അന്വേഷണങ്ങളൊന്നുമില്ല, വിവാഹം കഴിച്ചു, 6 മാസം 1 കൊല്ലം അതിൻ്റെ ഉള്ളിൽ പ്രശ്നങ്ങളായി, അകൽച്ചയായി, പിണക്കമായി, താമസിയാതെ വേർപിരിയുന്നു. പലരും വിവാഹം കൂടാതെ കഴിയുന്നു. അല്ല, ചിലർ രണ്ടാമതും വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്നു. ആ ബന്ധങ്ങളും പിന്നീട് തകർച്ചയിലേക്ക് എത്തിച്ചേരുന്നു. നിരാശ, ദുഃഖം, ആത്മഹത്യ, അക്രമങ്ങൾ എല്ലാം അരങ്ങേറുന്നു. ഞാൻ എൻ്റെ ശ്രോതാക്കളോട് ചോദിക്കട്ടെ, നിങ്ങൾ വിവാഹിതരായിരിക്കാം, 5 വർഷം, 10 വർഷം, 15 വർഷം, 20 വർഷമൊക്കെ ആയിട്ട് കുടുംബജീവിതം കഴിക്കുന്നവരായിരിക്കാം. നിങ്ങളുടെ കുടുംബജീവിതം നിങ്ങൾ ആസ്വദിക്കുന്നുണ്ടോ? അതോ ഇങ്ങനെ അങ്ങ് പോട്ടെ, വേറെ വഴിയില്ലല്ലോ എന്നുള്ള രീതിയിൽ കഴിയുകയാണോ? വിവാഹത്തിലേക്ക് പ്രവേശിക്കാത്തവരോട് ചോദിക്കട്ടെ, വിവാഹത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കമായിട്ട് നിങ്ങൾ എന്താ പരിശീലനമാണ് നേടുന്നത്? വിവാഹത്തിന് വേണ്ടിയിട്ടുള്ള എന്ത് തയ്യാറെടുപ്പാണ് നിങ്ങൾ ചെയ്യുന്നത്? പ്രസിദ്ധ മാരേജ് കൗൺസിലറായ ടിം ലഹായെ ഒരു TV പ്രോഗ്രാമിൽ പങ്കെടുക്കുകയായിരുന്നു. പ്രോഗ്രാം കഴിയാനായിട്ട് 1 മിനിറ്റ് ഉള്ളപ്പോൾ ആ പരിപാടിയുടെ അവതാരകൻ അവസാനമായി ഒരൊറ്റ ചോദ്യം ചോദിക്കട്ടെ എന്ന് ചോദിച്ചു. അദ്ദേഹം ചോദിച്ച ചോദ്യം ഇതാണ്: കുടുംബജീവിതങ്ങൾ തകരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണ്? ആലോചിക്കാൻ ആവശ്യമില്ലാതെ തന്നെ നമ്മുടെ കൗൺസിലർ മറുപടി പറഞ്ഞു: സ്വാർത്ഥത. പ്രിയപ്പെട്ടവരെ, സ്വാർത്ഥത എന്നാൽ സ്നേഹമില്ലായ്മയാണ്. സ്വാർത്ഥത എന്നാൽ സ്വന്തം കാര്യം അന്വേഷിക്കുന്നതല്ല, മറ്റുള്ളവരുടെ കാര്യം അന്വേഷിക്കാത്തതാണ് സ്വാർത്ഥത. വിവാഹ ബന്ധങ്ങൾ വിജയിക്കുന്നത് സ്നേഹത്തിൻ്റെ സമൃദ്ധിയിലാണ്. സ്വാർത്ഥത കുടുംബജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ശത്രുവാണ്. സ്വാർത്ഥത മാറ്റിവെച്ച് സ്നേഹത്തിൻ്റെ പൊന്നൂൽ കൊണ്ട് പരസ്പരം ബന്ധിക്കുമ്പോൾ മാത്രമേ ഒരു കുടുംബജീവിതം, ഒരു വിവാഹ ജീവിതം വിജയിക്കുകയുള്ളൂ. എന്താണ് സ്നേഹം? ഈ സ്നേഹത്തെ സംബന്ധിച്ച് മനുഷ്യന് യാതൊരു പ്രായോഗിക ചിന്തയുമില്ല. സ്നേഹം എന്ന് പറഞ്ഞാൽ എന്തോ കിട്ടുന്ന പരിപാടിയാണെന്നാണ് പലരും ചിന്തിക്കുന്നത്. അല്ല കേട്ടോ, സ്നേഹം കൊടുക്കുന്ന പരിപാടിയാണ്. സ്നേഹം എൻ്റെ പങ്കാളിയുടെ നന്മ അന്വേഷിക്കലാണ്. പങ്കാളിക്ക് ആശ്വാസമുണ്ടാക്കുന്ന, സന്തോഷമുണ്ടാക്കുന്ന, നന്മയുണ്ടാക്കുന്ന, വളർച്ചയുണ്ടാക്കുന്ന കാര്യങ്ങൾ എൻ്റെ സ്വന്തം നഷ്ടം പരിഗണിക്കാതെ ധാരാളമായിട്ട്, സമൃദ്ധിയായിട്ട്, ത്യാഗപൂർണമായിട്ട് നൽകുമ്പോഴാണ് അവിടെ സ്നേഹമുള്ളത്. ഇതിനെക്കുറിച്ച് മനുഷ്യർക്ക് പൊതുവെ ധാരണയില്ല. ഒരു ഭാര്യ പറഞ്ഞ കഥ കേട്ടോ. ഞാൻ ഗർഭിണിയായ സമയത്ത് ആദ്യ നാളുകളിൽ വലിയ ഛർദിയായിരുന്നു. പകൽ മുഴുവൻ ഛർദിക്കും, രാത്രി എന്തെങ്കിലും കഴിക്കും, അതും ഛർദിക്കും,
അതിനുശേഷം ഞാൻ തളർന്ന് അങ്ങ് കിടന്നുറങ്ങും. എന്നാൽ എൻ്റെ സ്നേഹനിധിയായിട്ടുള്ള പ്രിയതമൻ എന്ത് ചെയ്യുമെന്നറിയാമോ? രാത്രി 1 മണിക്കും 2 മണിക്കും ഇടയ്ക്ക് അലാം വെച്ച് എഴുന്നേറ്റ് ഒരു ഗ്ലാസ് പാല് കൊണ്ടുവന്ന് എന്നെ കുടിപ്പിക്കും. എനിക്ക് എഴുന്നേൽക്കാൻ പോലും ശക്തിയില്ലാതെ ഞാൻ തളർന്ന് കിടക്കുമ്പോൾ എന്നെ താങ്ങി എഴുന്നേൽപ്പിച്ച് നിർബന്ധിച്ച് ആ പാല് കുടിപ്പിക്കുമായിരുന്നു. എൻ്റെ ശരീരം വല്ലാതെ ക്ഷീണിച്ച് ഞാൻ അവശയായിരുന്ന ആ കാലത്ത് ഈ ഒരു ഗ്ലാസ് പാല് എൻ്റെ വയറ്റിൽ ആ സമയത്ത് കുടിക്കുന്നത് പുറത്തു പോകാതെ ഛർദ്ദിക്കാതെ കിടക്കുമായിരുന്നു. എൻ്റെ ഭർത്താവിന് എന്നോട് എന്തൊരു സ്നേഹമായിരുന്നു. ഇവിടെ ഭാര്യയുടെ നന്മയ്ക്ക് വേണ്ടി ത്യാഗപൂർണമായി അലാം വെച്ച് ഉറക്കമൊളിച്ച് ഉറക്കം നഷ്ടപ്പെടുത്തി ഭാര്യയെ നിർബന്ധിച്ച് സ്നേഹത്തിൽ പാല് കുടിപ്പിക്കുന്ന ഭർത്താവ് സ്നേഹത്തിൻ്റെ ഉദാഹരണമാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ചോദിക്കട്ടെ, വിവാഹം കഴിക്കാൻ പുറപ്പെടുന്ന സമയത്ത് സ്നേഹത്തെക്കുറിച്ച് എന്ത് ധാരണയുമായിട്ടാണ് നിങ്ങൾ പുറപ്പെട്ടത്? ഇങ്ങോട്ട് കിട്ടണം, ഇങ്ങോട്ട് എന്തൊക്കെ കിട്ടും, എന്തൊക്കെ നന്മ അനുഭവിക്കാൻ സാധിക്കും, എന്തൊക്കെ ആസ്വാദനങ്ങൾ എനിക്ക് സാധിക്കും എന്നല്ലേ നമ്മുടെ പൊതുവായിട്ട് ചിന്ത. എന്നാൽ പങ്കാളിക്ക് എന്ത് കൊടുക്കാൻ പറ്റുമോ എന്നുള്ള ചിന്ത നമുക്കുണ്ടോ? എൻ്റെ സ്വന്തം സുഖത്തിനേക്കാൾ എൻ്റെ പങ്കാളിയുടെ സുഖവും നന്മയും അന്വേഷിക്കുമ്പോൾ മാത്രമേ യഥാർത്ഥ സ്നേഹം ആയിത്തീരുകയുള്ളൂ. എൻ്റെ കേൾവിക്കാരോട് ചോദിക്കട്ടെ, ഇതുപോലുള്ള സ്നേഹം നിങ്ങളുടെ കുടുംബജീവിതത്തിലുണ്ടോ? വിവാഹം കഴിക്കാൻ ഒരുങ്ങുന്നവരോട് ചോദിക്കട്ടെ, ഇങ്ങനെയുള്ളൊരു സ്നേഹം കൊണ്ട് ആണോ നിങ്ങൾ വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്നത്? ത്യാഗപൂർണമായി പ്രതിഫലേച്ഛ കൂടാതെ ഇങ്ങോട്ട് എന്ത് കിട്ടുമെന്നുള്ള ഒന്നാമത്തെ ചിന്തയില്ലാതെ പങ്കാളിക്ക് കൊടുക്കാൻ വേണ്ടി നന്മ കരുതി വെച്ച് ത്യാഗപൂർണമായി ശുശ്രൂഷ ചെയ്യാനുള്ള ഒരുക്കത്തോടു കൂടിയാണോ നാം വിവാഹത്തിലേക്ക് പുറപ്പെടുന്നത്? എങ്ങനെ ഇത് സാധിക്കും? നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം അതായിരിക്കും. ഈ വിധത്തിലുള്ള സ്നേഹമൊക്കെ എവിടെയുണ്ട്? സ്നേഹിക്കാനായിട്ട് ത്യാഗപൂർണമായിട്ട് ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കാതെ അങ്ങോട്ട് കൊടുക്കാനായിട്ട് എനിക്കെങ്ങനെ സാധിക്കും? ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടോ? എൻ്റെ ഉള്ളിൽ സ്നേഹം നിറയണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്. ത്യാഗപൂർണമായിട്ട് ശുശ്രൂഷിക്കാനായിട്ട്, എൻ്റെ പങ്കാളിക്ക് നന്മ വരുത്താനായിട്ട്, അധ്വാനിക്കാനായിട്ട് എനിക്ക് താല്പര്യമുണ്ട്. പക്ഷെ സാധിക്കുന്നില്ല. ഇവിടെയാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രസക്തി. സ്നേഹത്തിൻ്റെ മൂർത്തിഭാവമായ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ച കാലത്ത് സ്നേഹത്തിൻ്റെ നിരവധി പ്രവൃത്തികൾ ചെയ്തതായിട്ട് നമുക്ക് സുവിശേഷങ്ങളെ വായിക്കാൻ സാധിക്കും. യേശു ചെയ്ത നിരവധി അത്ഭുത പ്രവൃത്തികളെക്കുറിച്ച് ബൈബിളിൽ നാം വായിക്കുന്നുണ്ട്. എന്നാൽ ഈ അത്ഭുത പ്രവൃത്തികളോടൊക്കെ ചേർന്ന് നമുക്ക് വായിക്കാൻ പറ്റുന്ന ഒരു പ്രസ്താവന, മനസ്സലിഞ്ഞ് കരുണ തോന്നി അവരോട് അനുകമ്പയുള്ളവനായി നന്മ ചെയ്തു, അവരുടെ രോഗത്തിന് സൗഖ്യം വരുത്തി, അവർക്ക് വിശപ്പിന് ആഹാരം കൊടുത്തു എന്നൊക്കെയാണ് നാം വായിക്കുക. നമുക്കൊരു വേദഭാഗം വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 32 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. യേശു ഇരിക്കുന്നിടത്ത് മറിയ എത്തി. അവനെ കണ്ടിട്ട് അവൻ്റെ കാൽക്കൽ വീണു. കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു എന്ന് പറഞ്ഞു. അവൾ കരയുന്നതും അവളോട് കൂടെ വന്ന യഹൂദന്മാർ കരയുന്നതും യേശു കണ്ടിട്ട് ഉള്ളം നൊന്ത് കലങ്ങി. അവനെ വച്ചത് എവിടെ എന്ന് ചോദിച്ചു. കർത്താവെ, വന്ന് കാണുക എന്ന് അവർ അവനോട് പറഞ്ഞു. യേശു കണ്ണുനീർ വാർത്തു. ആകയാൽ യഹൂദന്മാർ കണ്ടോ അവനോട് എത്ര പ്രിയമുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. യേശു മറിയയുടെ ദുഃഖത്തിൽ പങ്കുചേർന്നു. സ്വന്തം സഹോദരൻ മരണപ്പെട്ട് കിടക്കുന്ന സമയത്ത് യേശു രോഗിയായി കിടക്കുന്ന സഹോദരനെ കാണാൻ വരാൻ, സൗഖ്യമാക്കാൻ മറിയ ആഗ്രഹിച്ച് സന്ദേശം കൊടുത്തയച്ചിട്ടും യേശു വരാതെ ലേറ്റായി വന്നപ്പോഴേക്കും ലാസർ മരിച്ചിട്ട് 4 ദിവസമായിരുന്നു. കരയുന്ന, സങ്കടപ്പെട്ടിരിക്കുന്ന സഹോദരിമാർ, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. യേശു ആ സങ്കടത്തിൽ പങ്കുചേർന്നു. അവരോട് ചേർന്ന് കണ്ണുനീർ വാർത്തു. അതുകൊണ്ട് കൂടെയുള്ള യഹൂദന്മാർ പറഞ്ഞ വാക്ക് കേട്ടോ, അവനോട് എത്ര പ്രിയമുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് മാത്രമേ ഈ വിധത്തിലുള്ള സ്നേഹം നമുക്ക് ലഭിക്കുകയുള്ളൂ. നമ്മുടെ ഉള്ളിൽ ദുഷ്ടതയും പകയും പിണക്കവും സ്വാർത്ഥതയും എല്ലാം നിറഞ്ഞിരിക്കുകയാണ്. ഇതിനെയാണ് പാപം എന്ന് ബൈബിൾ വിളിക്കുന്നത്. ഈ പാപത്താൽ ദൈവവുമായിട്ടുള്ള ബന്ധം അറ്റുപോയിരിക്കുകയാണ്. ഈ നഷ്ടപ്പെട്ടു പോയ, അറ്റുപോയ ബന്ധത്തെ ശരിപ്പെടുത്താനായിട്ടാണ് യേശു ഭൂമിയിൽ വന്നത്. യേശു നമ്മുടെ പാപങ്ങൾക്കുള്ള പരിഹാരകനായി കാൽവരിയിലെ ക്രൂശിൽ യാഗമായി. നമ്മുടെ പാപങ്ങളൊക്കെയും ഏറ്റെടുത്ത് യേശു ക്രൂശിൽ മരിച്ചു. നമുക്കൊരു വാക്യം വായിക്കാം.
1 പത്രോസ് 3:18 ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതി കെട്ടവർക്ക് വേണ്ടി പാപം നിമിത്തം ഒരിക്കൽ കഷ്ടമനുഭവിച്ചു. ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിപ്പിക്കപ്പെടുകയും ചെയ്തു. നീതിമാനായി നീതി കെട്ടവർക്ക് വേണ്ടി ഒരിക്കൽ കഷ്ടമനുഭവിച്ച കർത്താവായ യേശുക്രിസ്തുവിലേക്ക് നമുക്ക് വരാം. നമ്മുടെ പാപങ്ങൾ നീക്കി, നമ്മുടെ ഉള്ളിലെ സ്വാർത്ഥത നീക്കി, പ്രതികാരം നീക്കി, കോപം നീക്കി, പിണക്കം നീക്കി അവിടെ സ്നേഹത്തിൻ്റെ സമൃദ്ധി നൽകാൻ ശക്തനായിട്ടുള്ള കർത്താവിനിലേക്ക് വരാം. യേശുക്രിസ്തുവിന് മാത്രമേ നമ്മുടെ ഉള്ളിൽ സ്നേഹം പകരാൻ സാധിക്കുകയുള്ളൂ. യഥാർത്ഥ സ്നേഹം, ത്യാഗം ചെയ്യുന്ന സ്നേഹം, പങ്കാളിയുടെ നന്മ ലാക്കാക്കി പ്രതിഫലമൊന്നും പ്രതീക്ഷിക്കാതെ, പ്രതിസ്നേഹം പ്രതീക്ഷിക്കാതെ നന്മ ചെയ്യാൻ പ്രാപ്തിപ്പെടുത്തുന്ന സ്നേഹം. ഈ സ്നേഹം മാത്രമേ നമ്മുടെ ബന്ധങ്ങൾ പണിയുകയുള്ളൂ. നമുക്ക് സ്നേഹത്തിൻ്റെ ബജറ്റായിട്ട് യേശുവിനെ നമ്മുടെ ഉള്ളിൽ സ്വീകരിക്കാം. സൗജന്യമായി നൽകുന്ന ഈ രക്ഷയിൽ നമുക്ക് കർത്താവ് നൽകുന്ന സൗഭാഗ്യം വലുതാണ്. സ്നേഹത്തിൻ്റെ സമൃദ്ധിയാണ്. അതിലൂടെ ദൈവനാമത്തിന് മഹത്വവും സ്നേഹം നിറഞ്ഞ കുടുംബ ബന്ധങ്ങളും പണിയാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗീതമാ എന്നേശുനാഥനേ എൻ സ്നേഹഗീതമാ എന്നേശുനാഥനേ എൻ ജീവനേ വലിയതാണെനിക്ക് എൻ ജീവനേക്കാളും നീ വലിയതാണെനിക്ക്. മാനുഷിക സ്നേഹം പുറമേ ഉള്ള ബാഹ്യമായിരിക്കുന്ന സൗന്ദര്യത്തെ കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന ഒരു നേട്ടത്തെ മുന്നിൽ കണ്ടുകൊണ്ടോ സ്നേഹിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം ആളുകളും. പണമുണ്ടോ നമ്മുടെ കൂടെ കൂടുവാനായിട്ട് സ്നേഹിതന്മാർ കൂടുതലാണ്. നമുക്കൊരു നല്ല കാലം വരുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കുവാൻ അനേക ബന്ധുമിത്രാദികളുണ്ടാകും. എന്നാൽ ഇവയൊന്നും ഇല്ലാതിരുന്ന സമയത്ത് ഒരുപക്ഷെ ഇവരൊക്കെ നമ്മിൽ നിന്ന് അകന്നു പോകുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയുന്നത് കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹമെന്നാണ്. ഇങ്ങനെ ആർക്കെങ്കിലും സ്നേഹിക്കുവാനായിട്ട് കഴിയുമോ? അതെ, അങ്ങനെ സ്നേഹിക്കുവാനായിട്ട് ഒരേ ഒരു വ്യക്തിക്ക് മാത്രമേ കഴിയുകയുള്ളൂ. അത് കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിന് മാത്രമേ നമ്മെ ഇതുപോലെ സ്നേഹിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയുന്നത് തൻ്റെ ജീവനെ വച്ചു കൊടുത്തുകൊണ്ട് നാം മരിക്കേണ്ട സ്ഥാനത്ത് കർത്താവ് യേശുക്രിസ്തു പകരം മരിച്ച് തൻ്റെ ജീവനെ ബലിയായി കൊടുത്തുകൊണ്ട് നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം. റോമർക്ക് എഴുതിയ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്, നാം പാപികളായിരിക്കുമ്പോൾ ദൈവം നമ്മെ സ്നേഹിച്ചത്. നമുക്ക് പറയാനായിട്ടുള്ള യോഗ്യത എന്ന് പറയുന്നത് ബലഹീനനും പാപിയും ശത്രുവുമായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ശത്രു ആയിരുന്ന സമയത്ത് ദൈവം നമ്മെ സ്നേഹിക്കുന്നതുകൊണ്ട് തൻ്റെ പുത്രനായിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ച് നമുക്ക് പകരക്കാരനായിട്ട് കാൽവരിയിലെ ക്രൂശിൽ നമ്മുടെ പാപങ്ങൾ വഹിച്ചുകൊണ്ട് മരിക്കുകയാണ് ഉണ്ടായത്. ആ കർത്താവ് യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ മകനായിട്ട് തീരുവാനായിട്ട് സാധിക്കും, ദൈവത്തിൻ്റെ മകളായിട്ട് തീരുവാനായിട്ട് സാധിക്കും. അതുമാത്രമല്ല, സ്വർഗീയമായിരിക്കുന്ന അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കുവാനായിട്ട് ഇടയായിട്ട് തീരും. അതുകൊണ്ട് ഈ സ്നേഹത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ഞങ്ങളേവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഈ സ്നേഹത്തെ തള്ളിക്കളഞ്ഞു പോകരുതേ. പിതാവിൻ്റെ സ്നേഹത്തെ തിരിച്ചറിയുവാനായിട്ട് ഈ വരുന്നാളുകളിൽ ഈ നിമിഷം ഈ സന്ദേശം കേട്ടപ്പോൾ ഓരോരുത്തരെയും ദൈവം ധാരാളമായിട്ട് സഹായിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ട് തൻ്റെ പുത്രനെ കാൽവരിയിലെ ക്രൂശിൽ ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് അവിടുന്ന് പകരം ഞങ്ങൾക്ക് വേണ്ടി മരിച്ചു. ഞങ്ങളെ സ്നേഹിച്ച ആ മഹാസ്നേഹത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ.
കർത്താവേ, അവിടുത്തെ സ്നേഹം എന്താണ് എന്ന് കാൽവരിയിലെ ക്രൂശിൽ അവിടെ ഞങ്ങളെ പരസ്യമായിട്ട് കാണിച്ചു തന്നു. അതോർത്ത് നന്ദി പറയുകയാണ്. കർത്താവ്, ഞങ്ങൾക്കുള്ള യോഗ്യത എന്ന് പറയുന്നത് പാപിയും ദോഷിയും ബലഹീനരുമായിരുന്നു എന്നുള്ളതാണ്. ഞങ്ങളുടെ യോഗ്യതകളെ നോക്കാതെ ഞങ്ങളെ സമ്പൂർണ്ണമായിട്ട് ഞങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ അവിടെ ഞങ്ങളെ സ്നേഹിച്ചു ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഇതുവരെയും അവിടെ ഞങ്ങളെ നടത്തി, ഇനിയും നടത്തുവാൻ അവിടുന്ന് മതിയായവനായതിനാൽ നന്ദി പറയുകയാണ്. എല്ലാ യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഈ ദൈവവചന സന്ദേശം നിങ്ങൾക്കൊരു അനുഗ്രഹമായി എന്ന് ഞങ്ങൾ കരുതുന്നു. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിച്ചാലും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞങ്ങളുമായി ബന്ധപ്പെടേണ്ട വിലാസം അഗാപ്പെ ഗോസ്പൽ മിനിസ്ട്രീസ് 126 മൈത്രി നഗർ, ആശ്രാമം, കൊല്ലം. ഇമെയിൽ ID satyasathyamai@gmail.com. ഫോൺ നമ്പർ 8136936648. ബൈബിൾ സംബന്ധമായ നിങ്ങളുടെ അഭിപ്രായങ്ങളും ചോദ്യങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ മുഖേന ഞങ്ങളെ അറിയിച്ചാലും ഞങ്ങൾ നിങ്ങൾക്ക് അതിന് മറുപടി നൽകുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഈ പ്രോഗ്രാമിൻ്റെ മറ്റു സന്ദേശങ്ങളും പാട്ടുകളും കേൾക്കുന്നതിനായി സത്യം സത്യമായി എന്ന ഫേസ്ബുക്ക് പേജും സത്യം സത്യമായി എന്ന യൂട്യൂബ് ചാനലും സന്ദർശിച്ചാലും ദൈവം നമ്മെ ധാരാളമായിട്ട് സഹായിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം. സത്യം സത്യമാ, സത്യം സത്യമാ.